ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്നിട്ട് വ്ളോഗുകൾ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത്. സൈഗുവിന് ബർത്ത്ഡേ കേക്ക് രാത്രി 12 മണിക്ക് മുറിച്ച ചെറിയ ക്ലിപ്പിംഗ് ആണ്. പിന്നെ ലാസ്റ്റ് ഞാൻ അത് വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാൻ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു ഫാമിലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ പുതിയൊരു ക്യാമറ വാങ്ങിച്ചു. അപ്പം വ്ളോഗ് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. ഇപ്പോൾ കുളിച്ച് വന്നോളൂ കൈസ്. അത് കാരണം മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കണം. ഇത് ഉണങ്ങുമ്പോഴുള്ള ഈ കേളി ഹെയർ ഇങ്ങനെ ബൗൺസ് ആയിട്ടിരിക്കുള്ളൂ. മനസ്സിലായില്ല? സുനുമോളുടെ ചെറുപ്പത്തിലെ ഹെയർ ഇവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ല? ഇവിടുന്ന് അതേപോലെ തന്നെ ഇവന്റെയും ചെറിയൊരു കേളിയാണ്, പക്ഷെ അത്രയില്ല. ഇപ്പം നിവർന്ന് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടുന്നൊക്കെയാണ് കിട്ടിയേക്കുന്ന സംഭവം. ഉറവിടം ഇവിടുന്നാണ്. വീടിന്റെ കീണ്ടല്ലോ, ബൗളിൽ തന്നെ ഉണ്ടാവുമല്ലോ. നോക്കിക്കോ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അതായത് നമുക്ക് എബ്രുവിന് വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകണം. അതേപോലെ തന്നെ അവിടുന്ന് മലബാർ ഗോൾഡിൽ പോകണം. പിന്നെ എനിക്കൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്, അവിടെ കയറണം. പിന്നെ വേറൊരു സ്ഥലം, അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് നിന്ന് പോകാനുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി. 2 ദിവസത്തെ എന്താ പറയുക, റെയിൻ ആയതിൻ്റെ അവധിയൊക്കെ ഉണ്ടായിരുന്നു. അതല്ല അതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അവർ സ്കൂളിലായിരുന്നു. അവർ സ്കൂളിലേക്ക് പോയി. എന്താ പറ്റി? അപ്പോൾ 2 ദിവസം മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തണേലും 1 കിലോമീറ്റർ മുമ്പ് കറക്റ്റായിട്ട് ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഛർദ്ദിച്ച് നേരെ ഡ്രസ്സിലും മഷുവിൻ്റെ ഷോളിലും അവൻ്റെ മേത്തും അങ്ങനെ മൊത്തം കുളമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറാൻ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ രണ്ട് ദിവസത്തിന് മുമ്പ് അങ്ങനെ നടന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടും കൂടെയാണ് നമ്മളപ്പോൾ ഈ ഒരു പോക്ക്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പരിപാടി എന്നുള്ള കാണിക്കാം. അതിന് മുമ്പ് എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാണ്ട് പുറത്ത് വെച്ച് പലരും കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, വണ്ടിയുടെ വിശേഷം എന്തായി, ഫോർച്യൂണർ എന്തായി, ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ എന്തായെന്നൊന്നും ഇല്ല അപ്ഡേഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി എന്തായാലും കാണിക്കാം. വണ്ടിയുടെ വിശേഷം എന്താണെന്ന് കാണിക്കാം. വണ്ടിയുടെ നമ്മുടെ 1 2 3 4 നമ്മുടെ പുലിക്കൂട്ടർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ക്യാമറ പ്രത്യേകത ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ക്യാമറ ബാക്ക് വരും. മനസ്സിലായോ? ഐറ്റംസ് എനിക്ക് മാറാനുള്ള സാധനം. ഓക്കെ, നമ്മുടെ സുന്ദര ഭവനം, നമ്മുടെ പീസ്ഫുൾ ആയിട്ടുള്ള ഭവനം. സോനു പറ, കുറെ നാൾക്ക് ശേഷം നമ്മൾ വ്ളോഗാണ്. രണ്ട് വാക്കുകൾ പറയൂ സോനു. 2 വാക്ക് പറയൂ സോനു. നന്നായി അവളെ വ്ളോഗ് ചെയ്യില്ല, അതാണ് അവൾക്ക് പെട്ടെന്ന് വ്ളോഗ് ഉണ്ടല്ലേ, ഞാൻ ചെയ്യില്ലല്ലോ. ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ ലെജൻഡർ. നമ്മൾ അന്ന് ഫ്രണ്ട് അടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പക്ക ക്ലിയർ ആക്കി. അതെ, ഫ്രണ്ട് ഇല്ലായിരുന്നു, എല്ലാം ക്ലിയർ ആക്കി പക്കയായിട്ടാ. അടിപൊളി സർവീസ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ എയർ ബാഗ് കാര്യങ്ങളൊക്കെ പൊട്ടിയതും ഇതെല്ലാം ഫുള്ള് പുതിയ എല്ലാം സെറ്റ് ചെയ്തു. മനസ്സിലായി? ഇതുണ്ടല്ലേ, സീലിംഗ് എല്ലാം പക്കയാക്കി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വണ്ടി വാങ്ങിക്കൂലേ, അതിനെക്കാട്ടി പക്ക അടിപൊളിയായി എന്ന് തന്നെ പറയാം. സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ആക്സിഡൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊരു പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ ഒന്നും പറയാനില്ല, ടൊയോട്ടയുടെ സർവീസ് അടിപൊളി സർവീസാണ്. വണ്ടി നല്ല കിടിലായിട്ട് ഇറങ്ങി അല്ലേ? ടച്ച് ചെയ്ത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവും, നേരെ ബാക്ക് പോകും. അതേപോലെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചു തന്നുള്ളൂ കൈസ്. ഞാൻ പറയാം, ഇന്നലെ മഷു ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോരോ പുതിയ പരിപാടികളൊക്കെ പഠിച്ച് വന്നുള്ളൂ. കയറി എല്ലാവരും അവരൊക്കെ കയറി, ഞാൻ മാത്രം പുറത്ത് കയറിക്കോ. മുടി ഇതല്ലേ ഉണങ്ങിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. ഉണങ്ങുമ്പോഴാണ് നല്ല ബൗൺസായി നിൽക്കണത്. പറയുമ്പോളെ പിടിച്ചോ, എന്തെങ്കിലും പറയണ്ടെങ്കിലും പറയൂ. പിന്നെന്താന്ന് അറിയോ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് അതോർത്തിട്ട് ടെൻഷൻ. വാക്സിൻ എടുക്കണോണ്ടിട്ട് അവനിപ്പോ ഹോസ്പിറ്റലിൽ കാണുമ്പോ തന്നെ ഒരു പേടി കരച്ചിൽ തുടങ്ങും. അവനറിയാം എന്തോ ഒരു പണി വരാൻ വേണ്ടി പോകണ്ടെന്ന്. അല്ല എടുത്തല്ലേ, ഫയൽസ് കാര്യങ്ങളൊക്കെ എടുത്തല്ലോ. ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അതിലൊക്കെ നമ്മൾ പെർഫെക്റ്റ്. മാറ്റേണ്ട ഡ്രസ് എല്ലാം എടുത്തു.
അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്, അതാണ് വാക്കുകൾ വരാത്ത വായിലേക്ക്. ഇതുവരെ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പൊ ഇവർ രണ്ടുപേരാണ് എപ്പോഴും ഇരിക്കണം. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും അങ്ങനെ നെഗറ്റീവ് ആക്കണ്ട അവന്റെ മുമ്പിൽ, നീ പോയിട്ട് തന്നെ ഇരിക്കുന്നു. രണ്ടുപേരും സോനം പോവാറുണ്ട്. പക്ഷെ എനിക്കെന്നെ സങ്കടം വരും. പിന്നെ അവനിക്ക് ഉള്ളിൽ നമ്മുടെ ഒരു ദേഷ്യം വരും, നമ്മള് കൊണ്ടുപോയി വേദനിപ്പിച്ചെന്ന് തോന്നലാണ് പിള്ളേർക്ക്. അങ്ങനെ നമ്മ റൂമിൽ കൊണ്ടുപോകുമ്പോ ഇപ്പൊ മനസ്സിലാവും കാര്യം എന്താണ് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് മനസ്സിലാവും. ഇനിയിപ്പൊ മഷൂനെ പിടിച്ച് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചള്ളി നിൽക്കട്ടെ, അതെന്താ മഷുമ്മി കൊണ്ടുപോകില്ല. ഞാനാ സേഫ് ആക്കുക. ഇനി ഈ പ്രാവശ്യം മഷുമ്മി പോട്ടെ ഇഞ്ചക്ഷൻ ചെയ്യാൻ. ഞാൻ അതിന്റെ ഒരു ചെറിയ ടെൻഷനാണ്. അപ്പോ ഐ ഹോപ്പ് എവറിത്തിങ്. ഞാൻ പറഞ്ഞ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ട്രിപ്പിൾ ക്ലിക്ക് അപ്പൊ നേരെ തിരിയും. അതേപോലെ തന്നെ ട്രിപ്പിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ സെൽഫി ആവും. നൈസ് അല്ലേ? അപ്പൊ അതും കൂടെ പഠിച്ചോ. ഇനി സൂമിനും സൂം ഔട്ടൊക്കെ ഞാൻ കാണിച്ചിരുന്നു. കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ വരെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഞാനും പഠിക്കണം, അതിന്റെ കൂടെ വരെ പഠിപ്പിക്കും. പക്ഷെ കൊള്ളാം, എല്ലാം കൊണ്ടും നൈസ് ക്യാമറ, നല്ല നല്ല ഈസി ഉണ്ട് കുറച്ചും കൂടെ ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനും. പിന്നെ ക്ലാരിറ്റി ഒന്നും പറയാനില്ല. ലെറ്റ്സ് ഗോ. ഇവനെ വണ്ടി കയറുമ്പോ തുടങ്ങും. ആകെ പേടിച്ചിരിക്കുന്നത്. എബ്രുവിന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണുന്നത് തന്നെ പേടിയാണ് അല്ലേ ബ്രോ? അല്ലേ ബ്രോ? അതിനിവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നൊരു വാക്സിൻ എടുക്കാൻ പോകുന്നുണ്ടെന്ന്. കണ്ട 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 തിരിയണേ ഇല്ല. ആവട്ടെ ആവട്ടെ ആവട്ടെ. എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി? പേടിച്ചോ? പേടിയുണ്ടോ ബ്രോ? ശരിക്കും അസസ്മെന്റ് എടുക്കുമ്പോൾ തന്നെ കരച്ചിലായി. ഗൈസ്, ഇനി ഹോസ്പിറ്റൽ പോയാൽ പീസ്ഫുള്ളി പുറത്ത് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എബുളിന്റെ കരച്ചിൽ അമ്മാതിരി കരച്ചിലാണ്. അവന്റെ കരച്ചിൽ അല്ല കേട്ടെന്ന് തോന്നുന്നു. ഇന്നൊരു വാക്സിൻ എടുത്തില്ല നമ്മൾ. ഞാൻ ഇങ്ങനെ പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ വാക്സിൻ ഇന്ന് എടുത്തില്ല. ഡോക്ടർ പറഞ്ഞാണ് അവന് ഓൾറെഡി ചുമ ഉണ്ടല്ലോ, ചുമ മാറുമ്പോ ബേബി ബാലെ എടുക്കേണ്ട വാക്സിനാണ്. 18 16 to 18 16 തൊട്ട് 18 വരെ എടുക്കണം. മനസ്സിലായി? ഇപ്പൊ 16 മാസമായിട്ടുള്ളൂ, 2 മാസം ടൈം ഉണ്ട്. ഡോക്ടർ പറഞ്ഞെങ്കിൽ വയ്യാത്ത ടൈമിൽ എടുക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, 2 മാസം ടൈം ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ എടുത്താൽ മതി. പിന്നെ ഡോക്ടർ തന്നെ ടെൻഷൻ ചെയ്യും എന്റെ കരച്ചിൽ വന്നിട്ട്. ഭയങ്കര കരച്ചിലാണ്. ഇത് കൊഞ്ചി കരച്ചാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മള് കുഴപ്പമില്ലാന്ന് വെച്ച് എടുപ്പിക്കും. പക്ഷെ അത് ഇങ്ങനത്തെ കരച്ചിലൊന്നല്ല. പണ്ടൊക്കെ ചെറുപ്പത്തില് പണ്ട് സ്റ്റെതസ്കോപ്പ് നോക്കുമ്പോ തന്നെ
ആയാലും ഡോക്ടറിനെ കാണുമ്പോ തന്നെ ഒരു സന്തോഷമായിരുന്നു അവന്. ഇപ്പൊ ഡോക്ടറിന്റെ റൂമിൽ കേറുമ്പോ ഒരു കരച്ചിൽ തുടങ്ങും. സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ തട്ടിക്കളയോ? അല്ല മേലെ തൊടാൻ സമ്മതിക്കണല്ലോ സ്റ്റെതസ്കോപ്പ് എല്ലാവരും കെട്ടിപ്പിടിക്കലാണ് അപ്പോ അവന് വിചാരം ഞാൻ എന്തോ രക്ഷിക്കുവനാണ്, പക്ഷെ ഞാൻ തന്നെ ഹെൽപ്ലെസ് ആണ് ഗൈസ്. അടുത്ത പ്രാവശ്യം ആൻഡ് അക്കോർഡിംഗ് ടു മീ മാത്രല്ല, കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ളവർ ഇത് എടുത്തേ പറ്റുള്ളൂ. വാക്സിൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പിള്ളേർക്ക്. ഇപ്പം നമ്മളൊക്കെ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാക്സിനൊക്കെ പെർഫെക്റ്റ് പ്രോപ്പർ ടൈമിൽ നിങ്ങളുടെ അടുത്ത് അത്ര അസുഖം പിള്ളേർക്ക് വരാതിരിക്കും. ദേ വിൽ ബി വെരി ഹെൽത്തി. നമ്മളൊക്കെ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് വാക്സിൻ എടുത്തോണ്ടിരുന്നത്. ശരിക്കും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ മാസം, അതായത് ഒരു വർഷത്തിൽ ആദ്യത്തെ ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് വാക്സിൻസ് ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് അവരത് പറഞ്ഞുതരും ഏതൊക്കെ മാസം ഏതൊക്കെ വാക്സിൻ എടുക്കണമെന്നുള്ളത്. പക്ഷെ അത്രയും വാക്സിൻ എടുക്കണം കൊണ്ടിട്ട് അസുഖങ്ങൾ വളരെ കുറവാണ് ഇവന് വരാറുള്ളത്. അത് ഇപ്പോഴൊക്കെ തന്നെ ഒരുപാട് നാൾക്ക് ശേഷം ചുമയൊക്കെ വന്നത്. പക്ഷെ നമ്മൾ സൈഗൂൻ അത്ര ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് സൈഗൂൻ ആ ടൈമിൽ മുട്ടിന് അസുഖങ്ങളായിരുന്നു. അതായത് നമുക്കറിയില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇത്ര വാക്സിൻ ഒക്കെ ഉണ്ടെന്നുള്ളത്. അതെ, മെയിൻ വാക്സിൻ മാത്രം. അതായത് ഈ വർഷത്തിലും അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ വന്ന വാക്സിൻ ഒക്കെ എടുക്കുള്ളായിരുന്നു. ഇത് നമുക്ക് 2 മാസം 1.5 മാസം കൂടുന്നതോടെ നമുക്ക് ഓരോന്നോരോന്ന് വന്നുണ്ട്. പക്ഷെ ഇപ്പൊ 18ാമത്തെ മാസത്തെ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ലോങ് ഗ്യാപ്പ് ഉണ്ട് അടുത്തെടുക്കാൻ വേണ്ടി. എന്തായാലും മസ്റ്റായിട്ട് ഈ വാക്സിൻ ഒക്കെ എടുത്താൽ നല്ലതാണ്, പിള്ളേർക്ക് നല്ലതാണ്. മലബാർ ഗോൾഡിലെത്തി. എന്നിട്ടും അവന്റെ കരച്ചിൽ നിന്നിട്ടില്ല. ഇവിടെ വന്നപ്പോ ഒന്നും കൂടെ പേടി. ക്രൗഡ് കാണുമ്പോൾ എന്താ പറയാ, ഒരു ഇതില്ല ഇന്ന്. ഇല്ലെങ്കിൽ മലബാർ ഭാഗം ഓടി നടക്കും. അവനെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അവനും പയ്യെ ഓടി നടക്കും. എന്ത് പറ്റിയപ്പോ ഇന്ന് രാവിലെ തന്നെ മൂഡ് ഓഫ് ആക്കിയല്ലേ അതിന്റെ ഹാങ് ഓവർ നല്ല രീതിയിൽ. പിന്നെ where he is more comfortable എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവന്റെ വീട് അതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓടി നടക്കുന്നു, കളിക്കും. പ്ലെയിൻ ഉള്ളൂ, അതുള്ളൂ. പ്ലെയിൻ ആയിട്ട് തന്നെ ഉള്ളൂ. നോക്കാം അതിന്റെ മോഡൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. പ്ലെയിൻ ആയിട്ട് തന്നെ എന്താ നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കാം. ഇവിടെ നോക്കട്ടെ ബ്രോ. കൊള്ളാം, സമ്മതിക്കല്ല ഓരോ ദിവസം. അയ്യോ നല്ല കരച്ചിലാണ്, ഒരു രക്ഷയില്ല. മൊത്തം പേടിച്ച് കരച്ചിരിക്കണം. ഫുള്ള് കരച്ചിലല്ലേ, മൊത്തം പേടിച്ചിരിക്കണം. അതാണ് ഇവിടെ ഈ ജ്വല്ലറീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോഫി മെയിനാണ്. കോഫി കുടിക്കാൻ വേണ്ടി ജ്വല്ലറി വന്നു. ഒരു കോഫി കുടിക്കാണ്ട് ഞാൻ വിചാരിച്ചു മലബാർ കഫേ. അത് ഏത് കഫേ കഴിഞ്ഞ നിന്റെ കരച്ചില്? മേത്തോട്ടണ്ട ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കിട്ടാറുണ്ടല്ലോ. എവിടെ അടിയിലോട്ട് അങ്ങോട്ടോ പോയി. അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോയി. പിന്നെ കാണാതെ ഞാൻ തന്നെ എടുക്കണ്ട, അവിടെ ഇരിക്കട്ടെ. സോനു വന്നിട്ട് കിടക്കണം ഇവിടെ. സോനു കിടക്കത് ആസ്വദിക്കണത് അല്ലേ? താങ്ക് യു പറഞ്ഞ ഡാഡക്ക് താങ്ക് യു പറയണ മൂഡിലല്ല. രാവിലെ നല്ല മൂഡിലാണ് വന്നത്. ബേബി ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ബേബിയുടെ കൈ അവൻ്റെ അടുത്ത് ചോദിക്കരുത് നമ്മൾ കേസ്. അവൻ തന്നെ സോനി ഇങ്ങനെ കിടക്കണമെങ്കിൽ വെറുതെ പോയിട്ട് ഉമ്മ വെക്കും. അപ്പോൾ സോനു എടാ ഞാൻ റെഡി അല്ലായിരുന്നു, ഒന്നുകൂടെ ഞാനപ്പോൾ റെഡി ആയിട്ടിരിക്കുക, അപ്പോൾ കിസ് തരുമെന്ന് പറഞ്ഞു. കിസ് അവൻ അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഫുൾ മൂഡ് ഓഫായി. ഇല്ലെങ്കിൽ ഇപ്പോൾ അത് മേടിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ സാധനം ഒന്ന് അറിയുമ്പോൾ ഒക്കെ ഭയങ്കര ഹായ്. ബേബി പുറത്തൊക്കെ ട്രിപ്പ് പോയി വരുമ്പോൾ ഷൂസൊക്കെ മേടിച്ചുകൊണ്ട് വരുമല്ലോ, എന്ത് ഹാപ്പി അറിയോ, ഹായ് എന്നൊക്കെ ചെയ്യും എന്നെ പോലെ. പിന്നെ ഉമ്മ വെക്കും, കെട്ടിപ്പിടിക്കും. ഇപ്പോൾ ആള് ഹോസ്പിറ്റലിൽ പോയി വന്ന മുതൽ ഒരു മൂഡിലല്ല.
പറഞ്ഞില്ല, അപ്പൊ തന്നെ അവന്റെ മൂഡ് മാറി. ആ മൂഡിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ മൂഡ് മാറി. അവന് മനസ്സിലായി തോന്നണം അവനെ കുറിച്ച് പറയാനുണ്ട്. ഇത് ഇത്ര അടുത്ത് പൊക്കം ഭയങ്കര ഭീകരമായിട്ട് തോന്നണം. ഇല്ലടി, അത് നിനക്ക് തോന്നാ ഇതിന്റെ അത് പക്കായിട്ട്. ഞാൻ ഇപ്പൊ എന്റെ പല്ല് ശരിയാക്കണേ. ഫോണില് നമ്മള് ചെയ്യണ പോലെ അല്ല, ചുണ്ട് കൊടുക്കണ്ട കമ്പിയിൽ ഇടക്കിടക്ക് കൊടുക്കുന്നു. ഞാൻ വ്ളോഗ് നോക്കുമ്പോ ഞാൻ ഭയങ്കര കൊപ്രായം കാണിക്കുന്നുണ്ടോ. അതിടക്ക് ഇങ്ങനെ സ്റ്റക്കാകുമ്പോ അല്ലെങ്കിൽ ചവക്കുമ്പോ ഈ ഇടയിലൊക്കെ കയറുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഷോർട്ട് ഫിലിം നെയ്യത്തില് കമന്റ് വിട്ടാരോ ചിരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എക്സ്പ്രഷൻ പറയാ. അങ്ങനെ ആക്കിയതാണ് അവര്. എക്സ്പ്രഷൻ ഇട്ട് അങ്ങനെ ചിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് ഇതായിരുന്നു തുറന്നപ്പോ തന്നെ എടുത്തപ്പോ തന്നെ തീർന്നു. എനിക്ക് എന്താന്ന് പറഞ്ഞോട് ഇവിടെ എല്ലാം കണ്ടിട്ട് എടുക്കാണോ. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാ. അത് ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടേ സ്പീഡിൽ പോവാന്ന്. ക്ലോസ് ആക്കി ഓപ്പൺ ആക്കി കളിക്കണം. അങ്ങനെ ഗോൾഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വിശപ്പിൻ്റെ വിളി സഹിക്കാൻ പറ്റതായി. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ മന്തി കഴിക്കാൻ. അപ്പോൾ ലാസ്റ്റ് മന്തി കഴിക്കാൻ വന്ന് മന്തി കഴിച്ച് തീരാറായി കഴിച്ചു. അപ്പോഴാണ് വ്ളോഗ് ഓർക്കണം നമ്മൾ. അപ്പോൾ മന്തി കഴിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ മന്തി കിട്ടില്ലെന്നാണ്. പക്ഷേ മന്തിനേക്കാളും ഇവിടുത്തെ ഗുലാബ് ജാമുൻ മേടിക്കാനാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവിടെ കൗണ്ടറിൽ നോക്കി പറഞ്ഞ് ഗുലാബ് ജാമുൻ തീർന്നു ഗൈസ്. ആ വിഷമത്തിൽ നമ്മൾ മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ സോനു? അങ്ങനല്ല, എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്തല്ലേ. അപ്പോൾ ബേബി ഫുഡ് വേസ്റ്റ് ആക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പാർസൽ വേണ്ട. സൈഗ് ഫുൾ ഡയറ്റിലാണ്. അതുകൊണ്ട് പാവം സൈഗ് 2 ദിവസമായിട്ട് ഇഷ്ടം ഡയറ്റിലാണ്. തടി കുറച്ച് സ്ലിമ്മാണ്. അതാണ് നമ്മൾ ആഗ്രഹം. നമ്മൾ 2 പേരും ചിക്കൻ മന്തിയാണ്, ബേബി ബീഫ്. നമ്മൾ ബീഫ് കഴിച്ചിട്ടുണ്ട്, ചിക്കൻ കഴിച്ചിട്ടുണ്ട്, മട്ടൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനും ചോറും പിള്ളേർ എപ്പോഴും ചിക്കൻ മന്തിയാണ് നമുക്കിഷ്ടം. ബീഫൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കണം. പക്ഷെ ചിക്കൻ കഴിക്കുമ്പോൾ ഒരു മന്തിയുടെ ഫീൽ. എന്താ പറയുന്നത്? മന്തി ബിരിയാണി വേണമെങ്കിൽ ചിക്കൻ തന്നെ കഴിക്കണം. അങ്ങനെ. Oh my God. ആക്ച്വലി ഒരു കാര്യം പറയുന്നത്, ഇത്ര സംസാരിച്ചിട്ടില്ലേ ഓൾറെഡി എടുത്തായിരുന്നു നമ്മൾ വ്ളോഗ്. ക്യാമറയുടെ സെറ്റിംഗ് മാറിയിട്ട് ഒന്നും റെക്കോർഡായില്ല ഗൈസ്. അപ്പം എടുത്ത് നോക്കുമ്പോൾ മൊത്തം സംസാരിച്ചതെല്ലാം ഫോട്ടോ ഇരിപ്പുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമമായി. ഇപ്പോൾ ഒന്നുകൂടെ എടുത്ത് സത്യം പറഞ്ഞ മന്തി കൊണ്ടുവന്ന് ആ വെള്ളമ്പണം മുതലുള്ള ഷൂട്ട് ചെയ്ത എനിക്ക് സമാധാനം ഉണ്ടാവില്ല. വെള്ളമ്പണം മുതൽ ഷൂട്ട് ചെയ്താണ്. പിന്നെ സെറ്റിങ്സ് മാറി കിടക്കുന്നത് നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും സ്റ്റില്ലാണ് ആയിക്കൊണ്ടിരുന്നത്. നമ്മൾ വിചാരിച്ച വീഡിയോ റെക്കോർഡാണെന്ന് അതൊക്കെ ഉണ്ടാവും. നാച്ചുറൽ. കുക്കുംബർ സാൽസ മയണൈസ് ഇട്ട് കഴിക്കാറുണ്ട്. വാങ്ങാം. ഇതൊന്നും വേണോ?
നമ്മുടെ ഇതുണ്ടല്ലോ ബീഫ് മന്തിയൊക്കെ ഇട്ട് വേറെ ടൈപ്പ് ഉണ്ടാവും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടുതൽ ഈ ബീഫിൽ ഇട്ടിട്ടുള്ള ടൈപ്പ് ഉണ്ടാവും. അത് ചില സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു ടച്ച് കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. ടൊമാറ്റോ ഒക്കെ അതിന്റെ അതെ തന്നെ അതെ അതല്ലേ അതെ തന്നെ. അയ്യോ ഏലക്ക മാറ്റില്ലെങ്കിൽ വൈബേ പോകും അത് ചവച്ച് കഴിഞ്ഞാൽ. ഗൈസ് അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് കുറച്ചധികം ട്രാവൽ ചെയ്ത് വീടെത്തി അല്ലേ. ഓ പറഞ്ഞ ആളുറങ്ങി അവിടെ നല്ല ഉറക്കം. ഓക്കെ അപ്പോൾ ഇനി പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. നോക്കട്ടെ പിള്ളേരും കൂടെ കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. യെസ് അങ്ങനെ വരുമ്പോഴത്തേ സുനുമോൾ ഇവിടെ സുനുമോളുടെ റൂമിൽ എന്തിനടി പഠിക്കട്. ഓ പഠിക്കട് ഫുഡ് കഴിച്ചാ? ഓക്കെ ഇനി നമുക്ക് സൈഗു എന്ത് ചെയ്യണ്ടെന്ന് നോക്കാം. ആ സൈഗു ഇവിടെ എൻ്റെ ടോയൊക്കെ നിരത്തി കളിച്ചിട്ടില്ല എന്തോ പരിപാടിയിലൊക്കെ. സൈഗു എവിടെ എവിടെ? ആ എന്തായിരുന്നു ഡയറ്റിംഗ് അല്ലേ സൈഗു? എന്താ കഴിച്ചത്? ചപ്പാത്തി വെജിറ്റബിൾ കറി. ആരെടുത്തു തന്നു? ദീദി എടുത്തു തന്നു. ആ ദീദി ഗുഡ് ഗേളാണ്. ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട്? വയറൊക്കെ കുറഞ്ഞിട്ടില്ലേ ചെറുതായിട്ട് സൈബില്ലേ അല്ലേ? ഡയറ്റിങ് ഭയങ്കര ടഫായിട്ട് തോന്നണ്ട? ഭയങ്കര ടഫാണോ? ഭയങ്കര ടഫാണോ? ആ കുഴപ്പമില്ല, നല്ലതിനല്ലേ. നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ഫുള്ള് ഫിറ്റായിട്ട് നമുക്ക് പിന്നെ സ്ലിം ആയിട്ട് നമുക്ക് പിന്നെ നമ്മൾ തുടങ്ങാം. പിന്നെ ഫുഡ് കഴിച്ച് സെറ്റായ ഓക്കെ സെറ്റായ അതാണ്. ഓക്കെ അപ്പോൾ വൈൻഡപ്പ് കൊടുക്കണേ. ഓക്കെ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് കുറേ നാൾക്ക് ശേഷമുള്ള എൻ്റെ ഫാമിലി വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. കുറച്ച് നേരമല്ലേ, അധികം ബോറൊന്നും അടിപ്പിച്ചില്ലല്ലേ, കുറച്ച് ചെറിയൊരു വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ പുറത്തേക്ക് പോകും. അപ്പോൾ അതിനു മുമ്പ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.